നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രകടനം വിശദമായി പരിശോധിക്കാൻ പ്രധാന നേതാക്കൾ ജില്ലകളിലേക്ക്. ബൂത്ത് തല കണക്കുകൾ നേരിട്ട് വിലയിരുത്താൻ കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഈ മാസം 30-നകം പരിശോധന പൂർത്തിയാക്കും. ഒരു കോർ കമ്മിറ്റി അംഗവും 2 സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെട്ട സമിതിയാണ് ജില്ലകളിലെത്തുക. 5 സീറ്റിന് മുകളിൽ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് കോർ കമ്മിറ്റിക്കുള്ളത്. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിലൂടെ മറ്റു മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്താനായെന്നും വോട്ട് വിഹിതം കാര്യമായി ഉയരുമെന്നും പാർട്ടി നേരത്തെ വിലയിരുത്തുന്നു. ലഭ്യമായ പോളിംഗ് ശതമാനം കൂടി കണക്കിലെടുത്ത് നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി പ്രതീക്ഷ വയ്ക്കുന്നത്. തിരുവനന്തപുരം, കുന്നത്തുനാട്, ചാത്തന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും വലിയ സാധ്യതയുണ്ടെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ പോളിംഗ് ശതമാനം ഇന്നലെ വൈകുന്നേരത്തോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് 79.63% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കമ്മീഷന്റെ കണക്ക്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 4-ാം ദിവസമാണ് ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണരൂപത്തിൽ പുറത്തുവിടുന്നത്. 9-ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 10-ന് ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ ക്രോഡീകരിച്ച് പുറത്തുവിട്ടത്. പുരുഷന്മാരെക്കാൾ 13.63 ലക്ഷം കൂടുതൽ സ്ത്രീകൾ ഇത്തവണ വോട്ടിടാനെത്തി. 2021-ലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ 6.22 ലക്ഷത്തിന്റെ വർധനമുണ്ടായെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ കേൽക്കർ അറിയിച്ചു. ലഭ്യമായ പോളിംഗ് ശതമാനം കൂടി കണക്കിലെടുത്ത് നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി പ്രതീക്ഷ വയ്ക്കുന്നത്. തിരുവനന്തപുരം, കുന്നത്തുനാട്, ചാത്തന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും വലിയ സാധ്യതയുണ്ടെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. തൃശൂരിലും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാട്ടാക്കട, വട്ടിയൂർക്കാവ്, തിരുവല്ല എന്നിവിടങ്ങളിൽ കനത്ത പോരാട്ടമാണ് നടന്നതെന്നും ബി.ജെ.പി വിലയിരുത്തി. ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ലഭിച്ചില്ല എന്ന വിലയിരുത്തൽ ബി.ജെ.പിക്കുണ്ട്. FCRA നിയമഭേദഗതി ക്രൈസ്തവ വോട്ടുകൾ അകറ്റിയോ എന്ന സംശയമാണ് നേതാക്കൾക്കുള്ളത്. പ്രതീക്ഷിച്ച ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കാതെ വരികയും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തെങ്കിലും ഫലം തിരിച്ചടിയാകുമോ എന്ന സംശയമാണ് ഉയരുന്നത്. അവസാന നിമിഷം ഉയർന്നുവന്ന വോട്ടിന് പണം നൽകിയെന്നും കിറ്റ് നൽകിയെന്നുമുള്ള വിവാദങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നിയമം തിരിച്ചുപിടിക്കാനായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെയാണ് പാർട്ടി ഇറക്കിയതെങ്കിലും മണ്ഡലത്തിൽ ജയം ഇപ്പോഴും ഉറപ്പിക്കാറായിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നത്. കഴക്കൂട്ടം, മഞ്ചേശ്വരം എന്നിവിടങ്ങളിലും മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടന്നിട്ടുണ്ടെങ്കിൽ ബി.ജെ.പിക്ക് ഇത് തിരിച്ചടിയാകും. അതിനിടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നല്ല മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു. LDF-ഉം UDF-ഉം പരാജയഭീതിയിലാണെന്നും ഇരു മുന്നണികൾക്കും വിജയം അവകാശപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മോദി പറഞ്ഞു. വൻതോതിൽ സ്ത്രീ വോട്ടർമാർ ബൂത്തിലെത്തിയെന്നും പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ ബി.ജെ.പി വിജയിക്കാറുണ്ടെന്നും മോദി പറഞ്ഞു. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. സ്ത്രീകൾ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ ഇടങ്ങളിലെല്ലാം ബി.ജെ.പി വലിയ വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രീഡന രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ബംഗാളികളെ സ്വന്തം സംസ്ഥാനത്ത് ന്യൂനപക്ഷമാക്കാൻ അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് അധികാരം നിലനിർത്തുന്നതിനായി നുഴഞ്ഞുകയറ്റക്കാരെ ആശ്രയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ബംഗാളിന്റെ അസ്തിത്വവും ഭാവി പദ്ധതികളും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും മോദി കൂട്ടിച്ചേർത്തു. ബംഗാളിന്റെ ചരിത്രം പരിശോധിച്ചാൽ മാറ്റത്തിനായി അവർ തീരുമാനമെടുത്താൽ ലോകത്തെ ഒരു ശക്തിക്കും അത് തടയാനാവില്ല. ബ്രിട്ടീഷുകാർ മുതൽ കോൺഗ്രസ് വരെയും ഇടതുപക്ഷം വരെയും ബംഗാളിനെ വെല്ലുവിളിച്ചവരുടെ അഹങ്കാരം തകർന്നിട്ടുണ്ട്. ഇനി ഇത് തൃണമൂലിന്റെ ഊഴമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാമനവമി ഘോഷയാത്രകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ TMC കുറ്റവാളികളെ സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സിൻഡിക്കേറ്റ് രാജും അഴിമതിയും കാരണം ബംഗാൾ സാമ്പത്തികമായി പിന്നോട്ട് പോയെന്നും സംസ്ഥാനത്തിന്റെ കടം 8 ലക്ഷം കോടി രൂപ കവിഞ്ഞെന്നും മോദി ചൂണ്ടിക്കാട്ടി. RG കർ ആശുപത്രിയിലെ പീഡനക്കേസ് പരാമർശിച്ചുകൊണ്ട് TMC സർക്കാർ പ്രതികൾക്കൊപ്പമാണ് നിന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.